ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മിസ് ഗ്രീൻ. ഇന്ന് നമ്മൾ പുതിയ രുചിയോട് കൂടെ ഒരു ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൊറോട്ട, ചപ്പാത്തി, കുബൂസ് ഞാൻ ഇതിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു പാനിൽ 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു പട്ട, 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വലിയ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, 5 വറ്റൽമുളക്, 6 കാശ്മീരി ചില്ലി. ഇനി ഇത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കണം. ചിക്കൻ ഗീ റോസ്റ്റിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വറ്റൽമുളകും പിരിയൻ മുളകും എടുത്തിട്ടുള്ളത്. ഏകദേശം വറവായി വന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടാറാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഈ പാനിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പാനിൻ്റെ ചൂടോട് കൂടെ തന്നെ ഒന്നും കൂടെ ഒന്ന് നിറം മാറി വരും, മുളകൊക്കെ ഒന്ന് ഡാർക്ക് കളറായി വരും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി പീസ്, 8 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാളൻപുളി ചേർക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അളവിൽ മതി. ചെറുനാരങ്ങ വലിപ്പത്തിലും കുറഞ്ഞ അളവെടുത്താൽ മതി. പുളി കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ലൈറ്റ് ടേസ്റ്റ് അത്ര മതി. കുതിർക്കാൻ വെച്ച വെള്ളത്തോട് കൂടെ ഇതിലേക്ക് ഒഴിക്കുക. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് പുളി ആഡ് ചെയ്തത്. ഇനി നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് പുളിയൊന്ന് നോക്കാം. ജസ്റ്റ് പുളി ഉണ്ടെന്ന് അത്രയേ ഉള്ളൂ, അത്ര മതി. അതിൽ കൂടുതലായിട്ട് വേണ്ട നമുക്ക്. ഇതിലിപ്പോൾ 1/3 കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടതും കൂടെ വേണ്ടി വരും. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ആഡ് ചെയ്ത പുളി നോക്കിയിട്ട് നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മസാല മുഴുവനായിട്ടും ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കാൻ പാകത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്കിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കുന്ന സമയത്താണ് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ ഒരു റോസ്റ്റിലേക്ക് വെള്ളവും വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് 2 പ്രാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 1.5 ടീസ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട. പുളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ശർക്കര ഉണ്ടാവുന്നത് കൊണ്ട് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എന്ന് വെച്ച് കൂടുതലായി പോകരുത്. ഇപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ റോസ്റ്റായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യ്, കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗീ റോസ്റ്റ് റെഡിയായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.